ഞാൻ ഡോക്ടർ അനന്തരാജൻ, തിരുവനന്തപുരത്ത് ജനറൽ പ്രാക്ടീഷണറാണ്. ഞാനും എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും ഡോക്ടേഴ്സാണ്. ഞങ്ങളെല്ലാവരും കൂടെ തൃശ്ശൂരുള്ള ഇന്നത്തെ കേരള സംസ്ഥാന IMAയുടെ കോൺഫറൻസിന് പോവുകയാണ്. ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യണത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ കോട്ടയം കഴിഞ്ഞു. നമുക്ക് കൂട്ടത്തിൽ കുറച്ച് നടത്തത്തെക്കുറിച്ചും നടത്തത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും, ബസ്സിലാണ് പോകണമെങ്കിലും നടത്തത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും സംസാരിക്കാം. പലരുടെയും അഭിപ്രായങ്ങൾ അറിയാം. നടത്തം എത്രമാത്രം ഉപയോഗമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഗുണകരമാണ് എന്നുള്ളത് അറിയാത്തവരാരുമില്ല. ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർ, ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് സമയത്തും എവിടെ വെച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻ്റർവെൻഷനാണ് നടത്തം. അത് 5 വയസ്സുകാരനാവട്ടെ, 50കാരനാവട്ടെ, 90കാരനാവട്ടെ, അവരവരുടെ ആരോഗ്യത്തിനകത്ത് നിന്നുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നടക്കാവുന്നതാണ്. പക്ഷെ ഗ്ലോബലി റെക്കമെൻഡ് ചെയ്യുന്നത് അരമണിക്കൂറെങ്കിലും നടക്കണം, ആഴ്ചയിൽ 150 മിനിറ്റ് നടക്കണം. ഇതൊക്കെയാണ് റെക്കമെൻഡേഷൻ. പക്ഷെ അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഓർക്കാതെ പോകുന്ന കാര്യങ്ങൾ. എല്ലാവരും നടക്കും, അരമണിക്കൂർ 30 മിനിറ്റ് വാച്ച് വെച്ചിട്ട് നടന്നിട്ട് വീട്ടിൽ പോകും. ആ നടത്തത്തിൻ്റെ ക്വാളിറ്റി, അതാണ് ആ നടത്തത്തിനെ ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത്. അതായത് 30 മിനിറ്റ് നടന്നു എന്നുള്ളതിനേക്കാളും നമ്മൾ സാധാരണ ഒരാൾക്ക് മാക്സിമം എത്ര സ്പീഡിൽ എത്ര നേരം നടക്കാൻ പറ്റും. ഒരാൾക്ക് സപ്പോസ് നല്ല വിഗ്രസ് വാക്ക് 30 മിനിറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ ആ വിഗ്രസ് വാക്കിൻ്റെ 80% സ്പീഡിൽ നടന്നാലേ ആ നടത്തം ശരിക്കും നടന്നു എന്ന് പറയാനുള്ളൂ. മറ്റേ നടന്നു, ഓക്കെ, വീട്ടിൽ കസേരയിൽ ഇരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. പക്ഷെ നടന്നതിൻ്റെ ഗുണം വളരെ മിതമായിരിക്കും. ഇത് ഡോക്ടർ രവീന്ദ്രനാഥൻ സാറാണ്. IMA തിരുവനന്തപുരം ബ്രാഞ്ചിലെ ഏറ്റവും മുതിർന്ന ആളുകളിൽ ഒരാളാണ്. സാറിന് ഇപ്പോഴത്തെ വയസ്സ് 81 കഴിഞ്ഞു. 81 വയസ്സാണ് സാറിന്. എനിക്ക് തോന്നുന്നു 10-30 വർഷമായിട്ട് ഞാൻ സാറിന് ഇടയ്ക്കിടയ്ക്ക് അടുത്തടുത്ത് കാണുന്ന ആൾക്കാരാണ്. സാറിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനാണ്. സാറ് എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. എത്ര വർഷമായിട്ട് നടക്കുന്നുണ്ട്? എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ നടക്കുന്നുണ്ട്. നടക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. സാറ് ഓർമ്മയുള്ള കാലം എന്ന് വെച്ചാൽ പണ്ട് മുതലേ തന്നെ സ്ഥിരമായിട്ട് നടക്കുന്ന ആളാണ്. ശരാശരി ഒരു ദിവസം എത്ര നേരം നടക്കും? 1.5 മണിക്കൂർ നടക്കും. 1.5 മണിക്കൂർ ഒരു ദിവസം നടക്കും. കേൾക്കണം, 1.5 മണിക്കൂർ ഒരു ദിവസം. അങ്ങനെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സാറിന് 81 വയസ്സ്. സാറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ എന്തെങ്കിലും എടുത്തു പറയാനായിട്ട്? ഒരു 4 കൊല്ലമായിട്ട് ചെറിയ പ്രഷറുണ്ട്. ഒരു 6 മാസമായിട്ട് ബ്ലഡ് ഷുഗർ ചെറുതായിട്ട് കൂടുന്നു. ഈ 80 വയസ്സിനകത്ത് സാറിന് ഇപ്പോഴാണ്, ഈ 80-ാം വയസ്സിലാണ് അല്പസ്വല്പം പ്രഷറിൻ്റെയോ ഷുഗറിൻ്റെയോ ഒക്കെ പ്രോബ്ലം എന്ന് തോന്നുന്നത്. സാറിന് നടക്കാൻ എന്തെങ്കിലോ അല്ലെങ്കിൽ കയറ്റം കയറാനോ സ്റ്റെപ്പ് കയറാനോ എന്തെങ്കിലും രീതിയിൽ വേറെ ബുദ്ധിമുട്ടുകളുണ്ടോ? ഒന്നുമില്ല. എത്ര ഒരു 4 നില വരെ കംഫർട്ടബിളായിട്ട് കയറാൻ പറ്റും. 4 നില വരെ സുഖമായിട്ട് കയറാനുള്ള ആരോഗ്യം ഇപ്പോഴും സാറ് കീപ്പ് ചെയ്യുന്നു. വളരെ നല്ല കാര്യം. സാറിന് വേറെ നടക്കാത്തവരോട് എന്തെങ്കിലും 2 വാക്ക് പറയാനായിട്ട്? നടക്കാത്തവരോട് നടക്കണം എന്ന് പറയണം. അതല്ലാതെ എനിക്കെന്തോ ഉപദേശിക്കാന്. അവർക്ക് നടക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണം കാണും. അത് ഒഴിവാക്കി നടന്നാൽ ഒരുപക്ഷെ ഗുണമുണ്ടാകും. സാറിന് നടത്തത്തിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് ഒന്ന് പറയാം. എങ്ങനെ നടക്കുന്നു, എത്ര സ്പീഡിൽ നടക്കുന്നു, എവിടെ നടക്കുന്നുള്ള? അത് വർഷങ്ങൾക്ക് മുമ്പേ ഞാനത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂറിൽ 6 കിലോമീറ്റർ ആവറേജ് നടക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു നല്ല നടത്തത്തിൻ്റെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. മണിക്കൂറിൽ 6 കിലോമീറ്റർ. അങ്ങനെ 1.5 മണിക്കൂറിൽ ഏകദേശം 9-10 കിലോമീറ്റർ എങ്കിലും നടക്കുന്നുണ്ടാവും. തുടർച്ചയായിട്ട് 1 മണിക്കൂറാണ് രാവിലെ നടക്കുന്നത്. ബാക്കി സമയങ്ങളിൽ 1/2 മണിക്കൂർ. ശരി. ഏകദേശം ഇപ്പോൾ ഒരു ദിവസം 1.5 മണിക്കൂർ നടക്കുന്നു. 10 കിലോമീറ്ററോളം ഡെയിലി നടക്കാനായിട്ട് സമയം ചെലവാക്കുന്നു. വളരെ നല്ലത് സർ. പറഞ്ഞു തന്നതിന് താങ്ക് യു.